സ്വഹാബ ചരിത്രത്തിലെ 6ാമത്തെ എപ്പിസോഡ്. ഉമ്മുസലമ റളിയല്ലാഹു അൻഹയാണ് ഇന്നത്തെ പരാമർശ വ്യക്തി. ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്നാണ് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ. എന്നാൽ ബനു അബ്ദുൽ അസദ് ഗോത്രത്തിൽ നിന്നാണ് അവരുടെ ഭർത്താവ് അബൂസലമ. ഹിന്ദ് എന്നാണ് ഉമ്മുസലമയുടെ പേര്. ഉമ്മുസലമ റളിയല്ലാഹു അൻഹ അബൂസലമയുമായി വിവാഹം നടക്കുന്നു. അങ്ങനെ വളരെ സമൃദ്ധമായ നല്ലൊരു ജീവിതം മുന്നോട്ട് പോകുന്നു. ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ തന്നെ വ്യക്തികളിൽപ്പെട്ട ആളാണ് ഭർത്താവ് അബൂസലമ. ഉമ്മുസലമയും അബൂസലമയും ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലെത്തിപ്പെടുന്നു. ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ആദർശം പുൽകുന്നു. അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഏറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. പ്രയാസങ്ങൾ കഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം അബ്സീനിയയിലേക്ക് യാത്ര പോകുന്നു. അവിടെ നജ്ജാശി രാജാവ്, ഒരു മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു നജ്ജാശി രാജാവ്. അദ്ദേഹം അറബികൾക്ക്, മുസ്ലിമുകൾക്ക് അഭയം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പഠിക്കുന്നു. നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഹബശയിൽ കഴിയുന്നതിനിടയിൽ ഒരു വാർത്ത വരുന്നു. അറേബ്യയിൽ കുറച്ചും കൂടി രംഗം ശാന്തമാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ ധീരന്മാരാണ് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന ആ ഒരു വാർത്ത അവരുടെ മനസ്സിലേറെ പ്രതീക്ഷയുണ്ടാക്കി. അവർ കുറച്ചു പേര് അറേബ്യയിലേക്ക്, മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് വീണ്ടും ശത്രുത വർദ്ധിക്കുകയാണ്, അക്രമം വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന്. വരേണ്ടതില്ലായിരുന്നു എന്നറിയുന്നത് അപ്പോഴാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് സമ്മതം കൊടുക്കുന്നത്. പലരും പലായനം ചെയ്തു. കൂട്ടത്തിൽ അബൂസലമയും ഉമ്മുസലമയും കൂടെ പലായനം ചെയ്യുകയാണ്. അവരൊട്ടകത്തെ തയ്യാറാക്കി ഉമ്മുസലമയുടെ ഒട്ടകപ്പുറത്ത് സലമ എന്ന കൊച്ചു കുഞ്ഞിനെ കൂടി ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു യാത്ര പുറപ്പെടുന്ന സമയത്താണ് ബനു മഖ്സൂം ഗോത്രക്കാർ ഈ ഉമ്മുസലമയെ കാണുന്നത്. അവർ അബൂസലമയെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ഗോത്രത്തിൽ നിന്നൊരു കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് അവളെയും കൂട്ടിയിട്ട് ലോകം കറങ്ങുകയാണോ? അതിനൊന്നും സമ്മതിക്കൂല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. നിങ്ങൾ അബ്ഷയിൽ പോയി ഇപ്പോൾ ഹിജ്റ മദീനയിലേക്ക് പോവുകയാണ്, ഞങ്ങളെ പെൺകുട്ടീനെയും കൂട്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ഊരു തണ്ടുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ തടഞ്ഞു വെച്ചു. അവർ തർക്കത്തിനിടയിൽ അവർ അബൂസലമയെ വിട്ടയച്ചു. അബൂസലമ നിവൃത്തികേടുകൊണ്ട് മറ്റൊരു വഴിയുമില്ലാതെ യാത്ര പോകുന്നു. അങ്ങനെ യാത്ര പോകുമ്പോഴേക്ക് ബനു മഖ്സൂം ഗോത്രവും ബനു അബ്ദുൽ അസദ് ഗോത്രം അഥവാ അബൂസലമയുടെ ഗോത്രവും തമ്മിൽ വീണ്ടും തർക്കത്തിലേർപ്പെടുന്നു. അവർ ഈ വിവരം അറിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ ഗോത്രത്തിൽ നിന്നുണ്ടായ ഈ കുട്ടി അത് ഞങ്ങളുടേതാണ്, കുട്ടിയെ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് സലമ എന്ന കുട്ടിക്ക് വേണ്ടി ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ തർക്കം നടക്കുന്നു. ആ തർക്കത്തിൽ കുഞ്ഞിനെ പിടിയും വലിയും നടത്തുന്നു. കുഞ്ഞിൻ്റെ കൈ പറഞ്ഞു പോകുന്നു. ഇതെല്ലാം കാണാൻ വിധിക്കപ്പെട്ട വലിയൊരു ദുരന്തത്തിന് വിധിക്കപ്പെട്ട ആളായി ഉമ്മുസലമ മാറുന്നു. ഉമ്മുസലമ ഏറെ വിഷമിച്ചു. അബൂസലമ ഭർത്താവ് ഇവനെ പിരിയേണ്ടി വന്നു. വളരെ ഇഷ്ടപ്പെട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന ഭർത്താവ് മദീനയിലേക്ക് പോകുന്നു. അതേപോലെ ഉമ്മുസലമ ഇവിടെ ബനു മഖ്സൂം ഗോത്രത്തിൽ അവശേഷിക്കുന്നു. സലമ എന്ന കുഞ്ഞ് ബനു അബ്ദുൽ അസദ് ഗോത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഒരു വർഷത്തോളം ഈ സംഭവം നടന്ന ഇടത്തേക്ക് രാവിലെ വന്നിരിക്കും ഉമ്മുസലമ. രാത്രിയാകുന്നത് വരെ അവിടെ ഇരുന്ന് കരഞ്ഞ് തളർന്നു. ഒരു വർഷം, ഏകദേശം ഒരു വർഷമാകുമ്പോൾ അവരുടെ തന്നെ ബന്ധുക്കളിൽ ഒരാൾ ഈ രംഗം ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ബനു മഖ്സൂം ഗോത്രക്കാരോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്താണിത് നിങ്ങളിതുകൊണ്ട് നേടുന്നത്? അവരുമായിട്ട് സംസാരിച്ചു. അവരെ ഒന്ന് മനസ്സിളക്കി. അവർ പറഞ്ഞു, എങ്കിൽ അവൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉമ്മുസലമക്ക് പോകാൻ സമ്മതം കിട്ടുന്നു. പക്ഷേ എങ്ങനെ പോകും? ഉമ്മുസലമ ബനു അബ്ദുൽ അസദ് ഗോത്രത്തിലേക്ക് പോയി. അവിടെയും അദ്ദേഹം സംസാരിച്ചു. അവർ ചോദിച്ചു, ഒരു കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ തടഞ്ഞു വെക്കുന്നത്? എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഈ കുഞ്ഞിനെ ഉമ്മുസലമക്ക് നൽകുന്നു. അവർ ആലോചിക്കുന്നു, എങ്ങനെ പോകും? മദീനയിലാണ് ഭർത്താവുള്ളത്, ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോകണം, ഞാനും ഒരു കുഞ്ഞും. അവസാനം ഒരു ഒട്ടകം സംഘടിപ്പിച്ചു, വാഹനം സംഘടിപ്പിച്ചാലും ഒരു സ്ത്രീയല്ല, പുരുഷൻ തന്നെ ഈ മരുഭൂമികളിലൂടെയുള്ള യാത്രയിൽ സുരക്ഷിതരല്ല. യാത്ര എന്ന് പറയുന്നത് വളരെയേറെ അപകടപൂർണമാണ്. ഈ അപകടകരമായ ഈ ഘട്ടങ്ങൾ തരണം ചെയ്യാൻ എങ്ങനെ സാധിക്കും? പക്ഷെ രണ്ടും കൽപ്പിച്ച്
അള്ളാഹുവിനെയും റസൂലിനെയും കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കൽബിൽ സൂക്ഷിച്ച് എല്ലാം പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ തവക്കുലാക്കി അവരിറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ യാത്ര പുറപ്പെടുന്നത് കാണുന്നത് ഉസ്മാൻ ബിൻ ത്വൽഹത്ത് ബിൻ ഉസ്മാൻ, അദ്ദേഹം ഈ ഈ സഹോദരിയെ കാണുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്നുള്ള ആളല്ലേ? അതെ. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയോ? ഞങ്ങളെല്ലാം ജനങ്ങളൊക്കെ ആദരവോട് കാണുന്ന ഈ ഗോത്രത്തിൽ നിന്ന് നിങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ്? ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അയക്കില്ല. നിങ്ങളെ ഇത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെ ഞാൻ വിടില്ല. നിങ്ങളെ ഞാൻ മദീനയിലെത്തിക്കും എന്ന് അദ്ദേഹം ശപഥം ചെയ്ത് പറയുന്നു. മുസലമ പറയുന്നു, ദിവസങ്ങളോളമുള്ള യാത്രയിൽ അദ്ദേഹം കൂടെ യാത്ര ചെയ്യുന്നു. പക്ഷേ ഒരു വാക്കും കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പ്രയാസപ്പെടുത്തുന്ന, അനാദരവുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ദുസ്സൂചനയുള്ള പ്രയാസപ്പെടുത്തുന്ന ഒരു നോട്ടം പോലുമില്ലാതെ ഉമ്മുസലമയെയും കുട്ടിയെയും അവർ പരിചരിക്കുന്നു. വാഹനപ്പുറത്ത് കയറുന്നത് വരെ മാറി നിൽക്കുന്നു. വാഹനപ്പുറത്ത് കയറിയാൽ തൻ്റെ ഈ വാഹനത്തെ കൂടെ നിന്ന് അദ്ദേഹം നയിക്കുന്നു. ഇനി രാത്രി ഇറങ്ങേണ്ട സമയമായാൽ അവർ സൗകര്യമൊരുക്കുന്നു. അവരൽപ്പം മാറി ഇരിക്കുന്നു. അങ്ങനെ ദിവസങ്ങളോളം യാത്ര ചെയ്ത് മദീനയുടെ എൻട്രൻസ് ഖുബായിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഈ മദീനയിൽ അബൂസലമയുണ്ട്, നിങ്ങൾ കണ്ടെത്തിക്കോളൂ, ഞാൻ തിരിച്ചു മക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹം തിരിച്ചുപോയി. അബൂസലമ പറയുന്നു, വല്ലാത്തൊരു മനുഷ്യൻ, എല്ലാ ആദരവും അർഹിക്കുന്ന സൽഗുണങ്ങളൊത്ത നല്ലൊരു മനുഷ്യൻ. അങ്ങനെ മദീനയിലെത്തി അബൂസലമയെ കണ്ടുമുട്ടുന്നു. വല്ലാത്ത അനിർവചനീയമായ ഒത്തുചേരൽ. ആ ഒത്തുചേർന്നുള്ള നാളുകൾ അത് വളരെ വേഗതയിൽ കടന്നുപോയി. ബദർ കടന്നുപോയി, ഉഹദ് കടന്നുപോയി. ഉഹദിൽ വെച്ച് അബൂസലമക്ക് മാരകമായൊരു മുറിവേൽക്കുന്നു. മുറിവേറ്റ ആ ഒരു ശരീരവുമായി അവർ തിരിച്ചു വരുന്നു. ആ മുറിവ് ദിനേന ആശങ്കയുളവാക്കുന്നതും ദിനേന പ്രശ്നം സൃഷ്ടിക്കുന്നതുമായി മാറുന്നു. അത് വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂസലമയെ രോഗം സന്ദർശിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് നബിതങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ ആ സമയമാകുമ്പോഴേക്ക് അബൂസലമ മരണപ്പെടുന്നു. നബിതങ്ങൾ അബൂസലമയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. കണ്ണ് ചിമ്മിച്ചു കൊടുക്കുന്നു, താടി കെട്ടിക്കൊടുക്കുന്നു, മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. അബൂസലമ മരണപ്പെട്ടപ്പോൾ മുസലമ പറയാൻ, ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. അപകടങ്ങൾ പറ്റുന്ന സമയത്ത് മനസ്സിൻ്റെ ഭാരങ്ങളെയും വിഷമങ്ങളെയും വേദനയും ലഘൂകരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ദിക്റാണ്, പ്രതിഫലാർഹമായ ഒരു ദിക്റാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ചൊല്ലുമ്പോൾ മുസലമ പറയാം, എൻ്റെ മനസ്സിലൂടെ വലിയൊരു ആശയ സംഘട്ടനം നടക്കുകയാണ്. കാരണം അബൂസലമ നബിതങ്ങളിൽ നിന്ന് പഠിച്ചത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു അപകടം പറ്റുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞാൽ അത് ആ നഷ്ടപ്പെട്ടതിനേക്കാൾ അള്ളാഹു ഖൈർ പകരം തരാനുള്ള കാരണമാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട അബൂസലമയേക്കാൾ നല്ലൊരു മനുഷ്യനെ ഇനി എൻ്റെ ജീവിതത്തിൽ പുൽകുക എന്നത് എനിക്ക് അസാധ്യമായിരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ വളരെ ചെറിയ കൊച്ചു മക്കളാണ്. അതോടൊപ്പം പ്രായം കൂടിയ ശരീരം. ഇനി ഒന്നും അഭയം ഉപയോഗിക്കാനില്ലാത്ത, സമ്പാദ്യമായി ഉപയോഗിക്കാൻ അഭയമില്ലാത്തൊരവസ്ഥ. ഇതെല്ലാമാണ് എൻ്റെ കൂടെയുള്ളത്. എന്നെ മറ്റൊരാൾ പുൽകുക, അതും അബൂസലമയെപ്പോലെ എനിക്ക് സ്നേഹം തരാൻ കഴിയുന്ന ഒരാൾ, അതെനിക്ക് സങ്കല്പാതീതമാണ്. അങ്ങനെ അത് ചൊല്ലി അത് കഴിഞ്ഞുപോയി. ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ മഹാന്മാർ, ഇസ്ലാമിലെ വലിയ ധീരന്മാരായ സേവന മനസ്കതയുള്ള മഹാന്മാർ ഉമ്മുസലമയുടെ സംരക്ഷണം ഉദ്ദേശിച്ച് വിവാഹാന്വേഷണം നടത്തുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരൊക്കെ വിവാഹാന്വേഷണം നടത്തിയപ്പോഴും ഉമ്മുസലമ പറഞ്ഞു, അത് നടപ്പില്ല, കാരണം എനിക്കത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അവസാനം നബി ഉമ്മുസലമയെ സംരക്ഷിക്കാൻ മുത്തുനബിതങ്ങൾ തന്നെ തയ്യാറാകുന്നു. നബിതങ്ങളുടെ വിവാഹത്തിലെ പ്രധാന ഉദ്ദേശ്യങ്ങളിൽ പലപ്പോഴും വന്ന ഒന്നാണ് സംരക്ഷണം. ഈ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും സുരക്ഷിതമായ ഒരു ഏറ്റെടുക്കൽ അത് നബിതങ്ങളുടേതായതുകൊണ്ട് നബിതങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോഴും ഉമ്മുസലമ ആശങ്കകൾ പങ്കുവെച്ചു, നബി എനിക്ക് പ്രായമുണ്ട്. അപ്പം നബിതങ്ങൾ ചോദിച്ചു, എനിക്കും പ്രായമില്ലേ, എനിക്ക് കൊച്ചു മക്കളുണ്ട്, അത് നിനക്ക് എന്തായാലും ഞാൻ ആ കുട്ടികളെ പരിരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ആളല്ലേ. കാരണം മുസ്ലിം സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ബാപ്പയും ഉമ്മയും ഒക്കെ മുത്തുനബിതങ്ങളാണ്. അങ്ങനെ നബിതങ്ങളോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാകും. നബിതങ്ങൾ പറഞ്ഞു, അതിന് ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. വിവാഹം നടന്നതിന് ശേഷം പറയാണ്, എനിക്ക് പിന്നീട് ജീവിതത്തിൽ ആ ദേഷ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ
ഉമ്മു സലമയുടെ ജീവിതം വളരെ ധന്യമായി നബിതങ്ങളുടെ കൂടെ ആരംഭിക്കുന്നു. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഇഷ്ടവും സ്നേഹവും കടലുപോലെ നൽകി ഉമ്മു സലമയെ സംരക്ഷിക്കുന്നു. ഈ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പാഠം ഒരു സമർപ്പണ ജീവിതം. എല്ലാം ഉണ്ടായിട്ടും, സമ്പാദ്യവും പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ട്, ഇസ്ലാമിൻ്റെ ആദർശ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് അത് പുൽകുകയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ജീവിതം സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന, സമർപ്പിക്കുകയും ചെയ്യുന്ന ധന്യമായൊരു ചിത്രം. ഇത് നമുക്ക് നല്ലൊരു പാഠമാണ്. നമുക്കും നല്ലൊരു ആദർശത്തിൻ്റെ വക്താവായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന സുഖവും സൗഖ്യവും മാനസികമായ സംതൃപ്തിയും, അതാണൊരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ, ഏറ്റവും മൂലധനം അതാണ്. ആ മൂലധനം നേടിയെടുക്കാൻ നമുക്കും കഴിയണം. ഈ ആദർശ സംരക്ഷണം നമ്മുടെ ജീവിതം കൊണ്ട് നടക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതാകണം ഈ മൂലസ്രോതസ്സുകളായ ചരിത്രം, ഈ സ്വഹാബത്തിൻ്റെയും സ്വഹാബീയത്തിൻ്റെയും ചരിത്രം. അതിൽ സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം മതിയായ ഒരു എപ്പിസോഡാണ്. അള്ളാഹു ആ മഹദിമാരുടെയും മഹാന്മാരുടെയും ആത്മീയ മദത്, ആത്മീയ സഹായം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകുമാറാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചരിത്രം നാം നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമേകാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടരും.